സുഹൃത്തുക്കളെ, സഹപ്രവർത്തകന്മാരെ, കോൺഗ്രസിന്റെ എത്രയും പ്രിയപ്പെട്ട പോരാളികളെ, നമുക്കെല്ലാം തന്നെ പ്രിയങ്കരനായ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെയും കരുത്തനായ നേതാവായ ശ്രീമാൻ എൻ രാമകൃഷ്ണൻ അവരുടെ 8ാം ചരമവാർഷികമാണെന്ന് എനിക്ക് ജ്യേഷ്ഠ സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന ശ്രീമാൻ എൻ രാമകൃഷ്ണന്റെ പാവനമായ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ ധാരാളം സാധാരണക്കാരായ ആളുകളെ നേതൃത്വ പദവിയിൽ എത്തിച്ചിട്ടുണ്ട്. ഒരു സാധാരണക്കാരന് എങ്ങനെ കോൺഗ്രസിന്റെ നേതൃത്വ പദവിയിൽ എത്തിച്ചേരാമെന്നതിന്റെ ഉജ്ജ്വലമായ ഉദാഹരണമാണ് ശ്രീമാൻ എൻ രാമകൃഷ്ണൻ. ആശയപ്രതിബദ്ധതയും അർപ്പണബോധവും സത്യസന്ധതയും ആത്മാർത്ഥതയുമുണ്ടെങ്കിൽ കോൺഗ്രസ് അവരെ കണ്ടെത്തും, അവരെ തിരിച്ചറിയും, അവർ പരിഗണിക്കും, അവരെ ആദരിക്കും. അതാണ് ശ്രീമാൻ എൻ രാമകൃഷ്ണന്റെ മഹനീയമായ രാഷ്ട്രീയ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന പാഠവും. കണ്ണൂർ ജില്ലക്കാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു ശ്രീമാൻ NR. കണ്ണൂരിന് പ്രോജ്വലമായ ഒരു കോൺഗ്രസ് പാരമ്പര്യമുണ്ട്. അത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇടപിരിയാതെ കിടക്കുന്ന ഒരു പാരമ്പര്യമാണ്. ആദർശശാലികളായ ആയിരക്കണക്കായ കോൺഗ്രസിന്റെ കർമ്മഭടന്മാർ പയ്യന്നൂർ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു എന്ന കാര്യം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പഠിച്ചിട്ടുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. മലബാറിലെ മുഴുവൻ കോൺഗ്രസുകാർക്കും ദേശീയ പ്രക്ഷോഭകാലത്ത് പ്രവർത്തിച്ച ആളുകൾക്ക് തന്നെ ആവേശമായിരുന്നു അന്ന് പയ്യന്നൂർ എന്ന പുണ്യഭൂമി. എത്രയെത്ര സമുജ്വല സ്വാതന്ത്ര്യ സമര സേനാനികളെ, ത്യാഗികളെ നമ്മുടെ നാട്ടിന് സംഭാവന ചെയ്ത നാടാണ് പയ്യന്നൂര്. മറക്കാൻ സാധ്യമല്ല. ഒരുപാട് മഹാരഥന്മാർ പയ്യന്നൂരിൽ എത്തുകയുണ്ടായി. മഹാനായ നമ്മുടെ ഇന്ത്യയുടെ 1ാമത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹം അവിടെ വന്നിട്ടുണ്ട്. ഗാന്ധിജി പലവട്ടം അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാദസ്പർശം കൊണ്ട് പുണ്യമായ ഒരു മണ്ണാണ് മണ്ണ്. മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ സമുജ്വല നേതാക്കന്മാരുടെ ഒക്കെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രദേശമായിരുന്നു ആ പ്രദേശം. ആ കോൺഗ്രസ് സംസ്കാരം, കോൺഗ്രസിന്റെ ജീവിതശൈലി, അത് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ചരിത്ര വിദ്യാർത്ഥികളൊക്കെ തന്നെ ഒരു കാലത്ത് പയ്യന്നൂരിലാണ് ഓടി എത്താറുള്ളത്. അതാണ് പയ്യന്നൂരിന്റെ ചരിത്രം. 1922 നമുക്ക് മറക്കാൻ സാധ്യമല്ല. അത് പഴയ കണ്ണൂർ ജില്ലയുടെ ചരിത്രത്തിലെ അത്യുജ്വലമായ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ, അല്ലെങ്കിൽ ഒരു വേള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ ഉജ്ജ്വലമായ അധ്യായമായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. അന്നാണ് മലബാറിന്റെ പ്രവിശ്യ കോൺഗ്രസ് സമ്മേളനം പയ്യന്നൂരിൽ വെച്ച് നടത്തപ്പെടുന്നത്. ആ 3 ദിവസം നടക്കുന്ന സമ്മേളനത്തിൽ സംബന്ധിക്കാൻ വേണ്ടി സമാരാധ്യനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ത്യൻ യുവത്വത്തിന്റെ പ്രതീകമായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ആദർശനിഷ്ഠയുടെ പൊതുജീവിതത്തിന് ഉടമയായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ആശയപരമായി ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സോഷ്യലിസത്തെക്കുറിച്ചും പഠിക്കുകയും അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹം ആ സമ്മേളനത്തിൽ സംബന്ധിച്ചു എന്ന് മാത്രമല്ല, ആ 3 ദിവസം അധ്യക്ഷ പദവി അലങ്കരിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ ആവേശം, ഒരു വഴിത്തിരിവ് അത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നൽകിയ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. അവിടെ വെച്ചാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഉജ്ജ്വലമായ പ്രസംഗം നമ്മൾ കേട്ടിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ആദർശത്തിൽ അടിമത്തനാറ് മുന്നോട്ട് പോകണം, അതുപോലത്തെ ജീവിത മൂല്യങ്ങൾ നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. സത്യത്തിനും നീതിക്കും തിരക്കാത്ത ഒന്നും നിങ്ങൾ വിശ്വസിക്കരുത്. വിമർശന ബുദ്ധിയോടുകൂടി മാത്രം കാര്യങ്ങൾ വീക്ഷിക്കണമെന്ന് ലക്ഷോപലക്ഷ യുവാക്കന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രം ഞാൻ അനുസ്മരിക്കുന്നു. പൂർണ്ണ സ്വരാജിനെ കുറിച്ചുള്ള ചിത്രവും വരച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം പോയത്. അത് കഴിഞ്ഞൊരു വർഷം കഴിഞ്ഞ ശേഷമാണ് ലാഹോറിലെ പ്രസിദ്ധമായ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് പയ്യന്നൂർ സമ്മേളനത്തിൽ 39 വയസ്സുകാരനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്റെ 40ാമത്തെ വയസ്സിൽ ആ ലാഹോറിലെ റാവി നദിക്കരയിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ട് അദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ആ സമ്മേളനം പ്രോജ്വലമായ സമ്മേളനമാണ്. ആ സമ്മേളന വേദിയിൽ വെച്ചാണ് ആദ്യമായിട്ട് ജനാധിപത്യത്തെക്കുറിച്ചും മതനിരപേക്ഷതയെക്കുറിച്ചും സോഷ്യലിസത്തെക്കുറിച്ചുമൊക്കെ തന്നെ
ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തകന്മാർ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ആദ്യം കേൾക്കുന്നത്. ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായിരിക്കും, ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആയിരിക്കുമെന്ന കാര്യം അന്ന് തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞുവെങ്കിൽ ആ ക്രാന്തദർശിയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ ഓർത്തെടുക്കണം. ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണോ എന്ന് സംശയമുണ്ട്. ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വന്ന ആ കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മലബാറിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെക്കുറിച്ച് അനുസ്മരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഉജ്ജ്വലമായ ഒരുപാട് മുഹൂർത്തങ്ങൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് സംഭാവന നൽകിയ പ്രദേശമാണ് കണ്ണൂരും പരിസര പ്രദേശവും ഉത്തര മലബാർ. ദേശീയ പ്രസ്ഥാനത്തിന്റെ ആ ഊതുമറച്ച മണ്ണിൽ നിന്നാണ് എൻ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു പാർട്ടി പ്രവർത്തകൻ രാഷ്ട്രീയ രംഗത്തെ കാലെടുത്തുന്നത്. ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു ആ ജീവിതത്തിൽ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ. പക്ഷെ സ്വാഭിമാന ബോധം കൈവിടാതെ തനിക്ക് ജീവിത സ്ഥാനത്തിന് കഷ്ടപ്പെട്ടുകൊണ്ട് എനിക്ക് വഴികണ്ടെത്തൽ മാർഗിച്ചുകൊണ്ട് ഒരു തൊഴിലാളിയാക്കാൻ ആഗ്രഹിച്ച് ഒരു ബീഡി തൊഴിലാളിയായിട്ട് ജീവിതം ആരംഭിച്ച, അത് കഴിഞ്ഞ് ട്രേഡ് യൂണിയൻ രംഗത്ത് നിറഞ്ഞു നിന്നുകൊണ്ട് പ്രവർത്തിച്ച ശ്രീമാൻ രാമകൃഷ്ണൻ. ആ രാമകൃഷ്ണൻ കണ്ണൂരിലെ കോൺഗ്രസ് പ്രസ്ഥാനത്ത് ഓർത്തെടുക്കുമ്പോൾ ആർക്കും വിസ്മരിക്കാൻ സാധ്യമല്ല. അഞ്ചരക്കണ്ടിയിലാണ് അദ്ദേഹം ജനിച്ചത്. എന്നാൽ യൂത്ത് കോൺഗ്രസിലും അന്ന് നിറ സാന്നിധ്യമായിരുന്നു. യുവാവായ രാമകൃഷ്ണന്റെ നേതൃത്വ പാഠവും അത് കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല മലബാറിലെ എല്ലാ പ്രദേശത്തും പ്രവർത്തകന്മാർക്ക് വല്ലാത്തൊരു ആവേശമായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വ പാഠവത്തോടൊപ്പം അദ്ദേഹത്തിന്റെ മേധാശക്തി എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. യുവാക്കന്മാർക്ക് എല്ലാ അഭയവും കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ തന്നെ അദ്ദേഹം കൂടെ നിന്ന വിഷമസന്ധിയിൽ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ധീരമായി പോരാടിയ പോരാളിയാണ് ശ്രീമാൻ രാമകൃഷ്ണൻ. പാവപ്പെട്ട പ്രവർത്തകന്മാരുടെ സുഖ ദുഃഖങ്ങളിൽ അദ്ദേഹം പങ്കാളിയായി. ഒരിക്കലും അവർ അദ്ദേഹം തള്ളിപ്പറഞ്ഞില്ല. അവർക്ക് വിഷമുണ്ടാകുമ്പോൾ അവരെ കൂടെ മരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അദ്ദേഹം പ്രവർത്തിച്ച പ്രവർത്തനം ആവേശകരമായ ഒരു ഓർമ്മയാണ്. CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ നമ്മൾ 50 വർഷക്കാലമായി CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിംസയുടെ രാഷ്ട്രീയം, ഭീരുവിന്റെ രാഷ്ട്രീയം, ആയുധമെടുത്തുകൊണ്ട് എതിരാളികളെ വകവരുത്തേണ്ട രാഷ്ട്രീയത്തെക്കുറിച്ച് നിരന്തരമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ അക്രമ രാഷ്ട്രീയം ഇപ്പോഴും കണ്ണൂരിൽ അരങ്ങ് തകർക്കുകയാണ്. നാടൻ ബോംബുകൾ നിർമ്മിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ഭൂമിയെ വീണ്ടും കലാപഭൂമിയാക്കുന്നു, രണഭൂമിയാക്കുന്നു, രക്തഭംഗിരമാക്കുന്നു. ആ സന്ദർഭത്തിലാണ് ശ്രീമാൻ രാമകൃഷ്ണന്റെ ഓർമ്മ നമ്മുടെ മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ അപ്രതിരോധ്യമായ കോട്ടയാണ് അദ്ദേഹം കെട്ടിയത്. ഓർക്കണം, അദ്ദേഹം പ്രത്യാക്രമണമല്ല നടത്തിയത്, പ്രതിരോധമാണ് നടത്തിയത്. കോൺഗ്രസ് പ്രവർത്തകന്മാരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രതിരോധമായ ഒരു നില അദ്ദേഹത്തിന് കെട്ടിപ്പടുക്കാൻ സാധിക്കേണ്ടായി. ഒരു വലിയ പടനിര തന്നെ അദ്ദേഹം സൃഷ്ടിക്കേണ്ടായി. അവരാണ് പിന്നീട് കണ്ണൂരിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഗ്രാമാന്തരങ്ങളിൽ ശക്തമാക്കാൻ വേണ്ടി കോൺഗ്രസ് എല്ലായിടത്തും എല്ലാ ഗ്രാമങ്ങളിലും ആസ്ഥാന മന്ദിരമുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. 1967 കാലം ശ്രീമാൻ NR-ന്റെ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലാണ്. AK ആന്റണിയായിരുന്നു അന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ. ശ്രീമാൻ മൈലാറിയാണ് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രചോദനമായിട്ടെന്ന് വർദ്ധിച്ചത്. ആദർശനിഷ്ഠ ശ്രീമാൻ AK ആന്റണി കേരളത്തെ ചെറുപ്പക്കാർക്ക് മുഴുവൻ വല്ലാത്ത ഒരു വികാരമായിട്ട് നിന്ന കാലഘട്ടമായിരുന്നു കാലഘട്ടം. അദ്ദേഹമാണ് ശ്രീമാൻ N രാമകൃഷ്ണൻ നേതാവിനെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ആയിട്ട് കണ്ടെത്തുന്നതും അദ്ദേഹത്തിന് വേണ്ട അവസരങ്ങൾ കൊടുക്കുന്നു. പിന്നീട് 1970 കാലം അത് കേവലം കണ്ണൂരിന്റെ നേതൃത്വത്തിൽ മാത്രമല്ല നിർണായകമായ സ്വാധീനമുണ്ടാക്കിയത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ വഴിത്തിരിവായിരുന്നു. അത് യുവാക്കന്മാരായിട്ടുള്ള 5 പേർ അന്ന് നിയമസഭയിലേക്ക് വന്നത് 1970 കാലഘട്ടത്തിലാണ്. നമ്മുടെ പ്രക്ഷുബ്ധമായ യൗവനത്തിന്റെ പ്രതീകമായിട്ടാണ് അവർക്ക് തന്നെ വന്നത്. ശ്രീമാൻ AK ആന്റണി അദ്ദേഹം ഒന്ന് ചേർത്തലയിൽ നിന്ന് വിജയിക്കേണ്ടായി. ശ്രീമാൻ ഉമ്മൻചാണ്ടി അദ്ദേഹം പുതുപ്പള്ളിയിൽ നിന്ന് വിജയിച്ച് ഇതാ നമ്മൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിയമസഭാ സാമാജികത്തിന് സുവർണ്ണ ജൂബിലി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീമാൻ N രാമകൃഷ്ണൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തിദുർഗമായ ഇടക്കാടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ, ഒരു ബീഡിത്തൊഴിലാളി, സാധാരണക്കാരന്റെ വികാരമൊരുക്കുന്ന കുടുംബത്തിൽ പ്രതിനിധി, പ്രവർത്തകന് വേണ്ടി മരിക്കാൻ തയ്യാറായ പ്രതിനിധി ഇതാ നിയമസഭയിലേക്ക് വരുന്നത് പറയുമ്പോൾ അതൊരു ചരിത്രമായിരുന്നു. അതുപോലെ കൊട്ടറ ഗോപാലകൃഷ്ണൻ, ശ്രീമാൻ AC ഷൺമുഖദാസ് അദ്ദേഹം ബാലുശ്ശേരിയിൽ നിന്ന് വിജയിക്കുന്നു, കൊട്ടറ ഗോപാലകൃഷ്ണൻ കൊട്ടാരക്കരയിൽ നിന്ന് വിജയിക്കുന്നു.
ഇവരെല്ലാം തന്നെ ക്ഷുഭിത യൗവനത്തിന്റെ പ്രതീകങ്ങളായിക്കൊണ്ട് നിയമസഭയിൽ അവർ ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയതും ചരിത്രത്തിന്റെ ഭാഗം തന്നെ. പിന്നീട് 1977 അദ്ദേഹം MLA ആയി ഒരു വർഷം കഴിഞ്ഞപ്പോഴാണെന്ന് ഓർക്കണം. അതിനുശേഷമാണ് അദ്ദേഹം കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നീട് തിരിഞ്ഞു നോക്കാത്തൊരു യാത്രയായിരുന്നു. ഐശ്വര്യമുള്ളൊരു കാലത്താണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിച്ചത് എന്ന കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. അതിന് നിമിത്തമുണ്ട്. ഇന്നത്തെ DCCയുടെ ഓഫീസ്, ആസ്ഥാന മന്ദിരം, ആ ആസ്ഥാന മന്ദിരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ബഹുമാന്യനായ കോൺഗ്രസിന്റെ സമാരാധ്യ നേതാവ് ശ്രീമാൻ കയ്യത്ത് ദാമോദരന്റെ വീടിനെ കുറിച്ച് നമുക്ക് മറക്കാൻ സാധ്യമല്ല. ആ വീട് അന്ന് ശ്രീമാൻ N. രാമകൃഷ്ണൻ മുൻകൈ എടുത്തുകൊണ്ട് വിലക്ക് വാങ്ങുകയുണ്ടായി. അവിടെയാണ് ഇന്നത്തെ പുതിയ കോൺഗ്രസ് ഓഫീസ് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള തീരുമാനമായിട്ട് നമ്മുടെ കോൺഗ്രസ് പുതിയ നേതൃത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു ഐശ്വര്യമുള്ളൊരു വീടായിരുന്നു. കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഉജ്ജ്വലമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള മഹാരഥന്മാരായ കോൺഗ്രസുകാരുടെ സാന്നിധ്യം കൊണ്ട് പവിത്രമായിട്ടുള്ള ഒരു വീടായിരുന്നു ആ വീടെന്ന കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ആ ആസ്ഥാന മന്ദിരം ഇന്ന് കോൺഗ്രസിന് കണ്ണൂർ ഉണ്ടായിട്ടെങ്കിൽ ആ ആസ്ഥാന മന്ദിരം വിലക്ക് വാങ്ങിയത് ശ്രീമാൻ രാമകൃഷ്ണൻ കോൺഗ്രസ് അധ്യക്ഷനായ കാലത്താണ്. 18 സംവത്സരക്കാലമാണ് അദ്ദേഹം DCCയെ കാറ്റും കോടും നിറഞ്ഞൊരു കാലത്ത് ആ പ്രക്ഷുബ്ധമായ ചുറ്റുപാടിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നൌകയെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോയ നേതാവ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ കാലത്താണ് കണ്ണൂരിലെ ഗ്രാമാന്തരങ്ങളിൽ കോൺഗ്രസ് ഓഫീസ് ഉണ്ടായത്. നൂറുകണക്കിന് പ്രവർത്തകന്മാർ മരിക്കാൻ തരയായി പ്രസ്ഥാനത്തിന് കൂടെ വന്നത്. അതാണ് നമ്മുടെ ആ കാലത്തെ എന്റെ ഓർമ്മകൾ. പിന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് മുടങ്ങാതെ ജില്ലാ സമ്മേളനങ്ങൾ നടത്തുമായിരുന്നു. കണ്ണൂരിലെ കോൺഗ്രസ് സമ്മേളനം എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. ഒരു വലിയ റാലി നടത്തും. അതിൽ കോൺഗ്രസ് സമ്മതിതരായ സംസ്ഥാന നേതാക്കന്മാരും അഖിലേന്ത്യാ നേതാക്കന്മാരും വരും. അത് പിന്നീട് കേരളത്തിൽ പിറ്റേ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അന്നത്തെ റാലിയെക്കുറിച്ചായിരിക്കും. എല്ലാ ജീവിത തുറകളിലുമുള്ള ആളുകൾ, എല്ലാ വിധാനത്തിലും ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും, നാനാജാതി മത്സരായിട്ട് ആളുകൾ, വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് കോൺഗ്രസ് സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക പിടിച്ചുകൊണ്ട് ആവേശത്തോടെ വന്ന ആ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ എനിക്കന്ന് അവസരമുണ്ടായിട്ടുണ്ട്. അന്നത്തെ യൂത്ത് കോൺഗ്രസിനെയും KSUവിന്റെയും പ്രവർത്തകനോ നേതാവോ ആയി ഞാൻ പ്രവർത്തിച്ച കാലത്തൊക്കെ തന്നെ ആ സമ്മേളനങ്ങളിൽ മുടങ്ങാതെ ശ്രീമാൻ N. രാമകൃഷ്ണൻ എന്റെ ജ്യേഷ്ഠ സഹോദരനെ ക്ഷണിക്കുമായിരുന്നു. ആ വികാരപൂർണമായ ഓർമ്മ എന്റെ മനസ്സിൽ ഞാൻ വെക്കുകയാണ്. അത് കോൺഗ്രസിന് സുവർണ കാലഘട്ടമായിരുന്നു. കോൺഗ്രസിന് പ്രോജ്വലമായ കാലഘട്ടം കണ്ണൂരിൽ ഉണ്ടായിരുന്നത് ശ്രീമാൻ N. രാമകൃഷ്ണന്റെ കാലത്താണ്. അദ്ദേഹമാണ് കോൺഗ്രസിന് ശക്തമായ അസ്ഥിവാരം കണ്ണൂരിൽ ഉണ്ടാക്കിയ നേതാവ്. പിന്നെ ലീഡർ ശ്രീമാൻ K. കരുണാകരനുമായി അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധം. ആ ബന്ധം വളർന്നുകൊണ്ട് അത് ആത്മബന്ധമായിട്ട് വളർന്നത് ആരെക്കാളും നന്നായിട്ട് അടുത്ത് നടന്നവൻ ഞാനാണ്. എനിക്കറിയാം അവരുടെ തുടക്കവും അവർ ദീർഘവർഷക്കാലം ഏറ്റവും ഉറ്റ, ഏറ്റവും സ്നേഹം പങ്കുവെച്ചുകൊണ്ട് പോയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ തുടക്കം കുറിച്ച് ആ കാലഘട്ടത്തെക്കുറിച്ച് അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അദ്ദേഹം 1991 കണ്ണൂരിൽ നിന്ന് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നു. 5 വർഷക്കാലം ശ്രീമാൻ K. കരുണാകരന്റെ മന്ത്രിസഭയിൽ അദ്ദേഹം തൊഴിൽ മന്ത്രിയായിട്ട് പ്രവർത്തിക്കാനും ഒരു മികച്ച തൊഴിൽ മന്ത്രി എന്ന പേര് നേടിയെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിയുകയുണ്ടായി. നമ്മുടെ സേവാദൾ ബോർഡിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു അദ്ദേഹം. KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. 5 വർഷക്കാലം KPCC ജനറൽ സെക്രട്ടറിയായി 82-87 കാലത്ത് അദ്ദേഹം പ്രവർത്തിച്ചെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഒട്ടേറെ കമ്മിറ്റികൾ അംഗമായിട്ടുണ്ട്. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ചെയർമാനായിട്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുണ്ടായി. മാത്രമല്ല കേരളത്തിലെ മുനിസിപ്പൽ ചെയർമാൻമാരുടെ ചെയർമാനായി അതിന്റെ കൌൺസിലിന്റെ അല്ലെങ്കിൽ അതിന്റെ ചേംബറിന്റെ അധ്യക്ഷനായിട്ടും അദ്ദേഹം അവരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനുമായുള്ള ആത്മബന്ധം തുടങ്ങുന്നത് KSUവിന്റെ കാലത്താണ്. ഞാനുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്നത് 1978 കാലം തൊട്ടാണ്. ആ ബന്ധം എനിക്ക് ഒരിക്കലും വിസ്മരിക്കാൻ സാധ്യമല്ല. ഒരു വിഷമഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയോടൊപ്പം നിന്നുകൊണ്ട് ആ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി നടത്തിയ ധീരമായ പോരാട്ടം, ആ പോരാട്ടത്തിൽ ഞങ്ങൾക്കെല്ലാം തന്നെ എല്ലാ സഹായവും നൽകിയ അന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു ശ്രീമാൻ N. രാമകൃഷ്ണൻ പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ലീഡറുമായി ഞാൻ അകാരണമായി ഇടഞ്ഞു വന്ന സന്ദർഭത്തിൽ
ഏറ്റവും അധികം ഖിന്നനായത്, ഏറ്റവും അധികം മനപ്രയാസമുണ്ട് ശ്രീമാൻ NR എന്ന കാര്യം എനിക്കറിയാം. ഞങ്ങൾ തമ്മിൽ ഇണക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമങ്ങളൊക്കെ തന്നെ വിവരമായതിൽ അദ്ദേഹത്തിനുള്ള ദുഃഖം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. പലവട്ടം അദ്ദേഹം മധ്യസ്ഥാനത്തിരുന്നു. പക്ഷെ എന്റെ കർക്കശ ബുദ്ധി, ഞാനൊരു തരത്തിലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന ബോധം എന്നെ സ്വാഭിമാന ബോധമുള്ളത് കൊണ്ട് തന്നെ വിലക്കുകയുണ്ടായി പലപ്പോഴും അദ്ദേഹമായിട്ട് അടുക്കാൻ. അതിലേറ്റവും അധികം പ്രയാസം അനുഭവിച്ചത് അദ്ദേഹമായിരുന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. പിന്നീട് 1984 കാലത്ത് ഞാൻ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വരുന്നു. ഒരിക്കൽ പോലും സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു കോൺഗ്രസുകാരൻ വിജയിക്കാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ ശക്തിദുർഗമായ കണ്ണൂരിലേക്കാണ് എന്നെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധി നിയമിക്കുന്നത്. ആ ഇന്ദിരാഗാന്ധിയുടെ താല്പര്യമായിരുന്നത് എന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചേ പറ്റൂ എന്നവർക്ക് വാശിയുണ്ടായിരുന്നു. 1980 വടകരയിൽ ഞാൻ മത്സരിച്ച് പരാജയപ്പെട്ടതിന്റെ ദുഃഖം അവർക്കുണ്ട്. 42,000 രൂപ മാത്രമാണ് അധികാരം നഷ്ടപ്പെട്ട ഇന്ദിരാഗാന്ധിക്ക് അന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എനിക്ക് എത്തിക്കാൻ സാധിച്ചെന്ന ദുഃഖം അവരുടെ മനസ്സിലുണ്ട്. ഞാൻ പാർലമെന്റിലേക്ക് വരേണ്ടത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്നെ വീണ്ടും 84 മത്സരിക്കാൻ വേണ്ടി അവർ വാശി പിടിച്ചത്. കണ്ണൂർ വിജയിക്കില്ല എന്ന് അവർക്കറിയാം. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ എതിരാണെന്ന കാര്യം അവർക്കറിയാം. എങ്കിൽ പോലും ഒരു പരീക്ഷണത്തിനു വേണ്ടി അവർ എന്നെ അങ്ങോട്ടേക്ക് അയച്ച കാര്യം ഞാൻ ഓർക്കുന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ ശ്രീമാൻ N. രാമകൃഷ്ണൻ, അദ്ദേഹമായിരുന്നു അന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ധീരനായ നേതാവ്. അദ്ദേഹം സഹപ്രവർത്തകന്മാരെ വിളിച്ചു, കാര്യങ്ങളെല്ലാം എന്നെ ബോധ്യപ്പെടുത്തി. കണക്കുകൾ മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിരാണ്, വിജയിക്കാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പാർട്ടിയിൽ അന്നത്തെ നേതാക്കന്മാർ, അന്ന് അദ്ദേഹത്തിന് ഇടം കൈയും വലം കൈയും നീതിയുള്ള നേതാക്കന്മാർ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, വിസ്താര ബാങ്ക് കൊണ്ടല്ല, ഏതെങ്കിലും ഒരു പേര് വിട്ടുപോയാൽ അത് എന്റെ മനസ്സിൽ വല്ലാത്ത കുറ്റബോധം ഉണ്ടാകുന്നുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. പിന്നീട് ഞങ്ങളുടെ യാത്രയായിരുന്നു. ഐക്യ ജനാധിപത്യ കക്ഷിയുടെ നേതാക്കന്മാരെയെല്ലാം തന്നെ വിളിച്ചു ചേർത്തുകൊണ്ട് നാം ഒരു പോരാട്ടം തയ്യാറെടുക്കുന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം നൽകിയ ആ മനോധൈര്യം നിസ്സാരമല്ല, അത് ചെറുതല്ല. പിന്നീട് അതിശക്തമായ ഒരു പോരാട്ടമാണ് ഞങ്ങൾ നടത്തിയത്. ആ 84 ചരിത്രത്തിൽ ആദ്യമായി ഒരു കോൺഗ്രസുകാരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിനിധിയായിക്കൊണ്ട് നമ്മുടെ ജനാധിപത്യ ശ്രീകോവിലായ പാർലമെന്റിൽ കടന്നു ചെല്ലാൻ അവസരം ഉണ്ടാക്കിയത്, എനിക്കുണ്ടാക്കിയത് ശ്രീമാൻ രാമകൃഷ്ണൻ എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട്. പിന്നീട് 5 തവണ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ആ കണ്ണൂരിൽ നിന്ന് വിജയവൈജയന്തി പാലിപ്പിച്ചുകൊണ്ട്, സാക്ഷാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വോട്ടുകൾ പോലും തുടരെ വാങ്ങിച്ചുകൊണ്ട് എനിക്ക് ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകാൻ അവസരമുണ്ടായിട്ടുണ്ട്. അതാണ് കണ്ണൂരിന്റെ ചരിത്രം. കണ്ണൂരിലെ ജനങ്ങൾ നല്ലവരാണ്. ആ കണ്ണൂരിലെ ജനങ്ങൾ എല്ലാ കാലത്തും ദേശീയ പ്രസ്ഥാനത്തിന്റെ വികാരം ഉൾക്കൊള്ളുന്ന ആളുകളാണ്. ആ നല്ല മനുഷ്യർക്ക് ശുദ്ധമായ രാഷ്ട്രീയം നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുമെങ്കിൽ അവർ നിങ്ങൾ അംഗീകരിക്കാനും നെഞ്ചോട് ചേർത്തുകൊണ്ട് സ്വീകരിക്കാനും ചെയ്താണ് എന്നതിന്റെ തെളിവാണ് എന്റെ വിജയമെന്ന് ഞാനിപ്പോൾ വിനയത്തോട് വിസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ വിജയത്തിന്റെ ശില്പി, ആ വിജയത്തിന്റെ അമരക്കാരൻ, ഒട്ടേറെ പ്രവർത്തകന്മാർ പ്രവർത്തിച്ച ആ ത്യാഗനിർഭരമായ പ്രവർത്തനത്തെ ഞാൻ മറക്കുന്നില്ല. കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, CPM-ന്റെ അക്രമം, ശാരീരികമായി ആക്രമിക്കപ്പെട്ട എത്ര പ്രവർത്തകന്മാർ കയ്യും കാലും നഷ്ടപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, അല്ലാത്ത സന്ദർഭത്തിലും എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ച ആ പ്രവർത്തകന്മാരെ ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരുപാട് ഉജ്ജ്വല മുഹൂർത്തങ്ങൾക്ക് തീർച്ചയായിട്ടും അവസരമൊരുക്കിയത് ശ്രീമാൻ N. രാമകൃഷ്ണനാണെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ട് എനിക്ക് ആത്മബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ KPCC അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട് കണ്ണൂരിലേക്ക് ആദ്യമായിട്ട് പോയപ്പോൾ NR-ന്റെ വീട്ടിൽ പോയ ശേഷം മാത്രമേ ഞാൻ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്വീകരണ പരിപാടികൾ സംബന്ധിക്കുന്നൊരു വാശിയായിരുന്നു എനിക്കുണ്ടായിരുന്നു. അവിടെ പോയി അദ്ദേഹത്തെ സഹധർമ്മിണി, എന്റെ സഹോദരി ശ്രീമതി ജയലക്ഷ്മിയെ കണ്ടു, മക്കളെ കണ്ടു, അവരുമായി സ്നേഹം പങ്കുവച്ചു. അവിടുന്ന് കുളിച്ച ശേഷം വസ്ത്രം മാറ്റിയ ശേഷമാണ് ഞാൻ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്വീകരണ യോഗത്തിൽ സംബന്ധിക്കാനെത്തിയത്. അദ്ദേഹത്തിന്റെ 3 മക്കൾ, അതിൽ അമൃത രാമകൃഷ്ണൻ വളരെ സജീവമായിട്ട് കോൺഗ്രസിന്റെ നേതൃത്വ സ്ഥാനത്തിപ്പോൾ കണ്ണൂരിലും മലബാറിലുമൊക്കെ നടന്നു നിൽക്കുന്നുണ്ട്. എനിക്ക് സന്തോഷമുണ്ട്. ആ പാരമ്പര്യവുമായിട്ട് അവർ മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ളത്.
ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കില്ല. കോൺഗ്രസ് ചരിത്രത്തിൽ കോൺഗ്രസിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരുപാട് പുണ്യധനന്മാരായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. അവരെല്ലാം ത്യജിക്കാൻ തയ്യാറായിക്കൊണ്ടാണ് കോൺഗ്രസിനോടൊപ്പം നടന്നത്. ആ പേരുകൾ ഓർത്തെടുക്കുമ്പോൾ പ്രിയപ്പെട്ട എൻ രാമകൃഷ്ണൻ നാമധേയം എന്റെ മനസ്സിൽ എപ്പോഴും മരിക്കാത്ത ഓർമ്മയായി നിൽക്കുന്നു. പ്രിയപ്പെട്ട എൻ രാമകൃഷ്ണന്റെ, പ്രിയപ്പെട്ട NR-ന്റെ, എന്റെ ജ്യേഷ്ഠ സഹോദരന്റെ പ്രോജ്വലമായ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ ആദരവ് അർപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആശംസകൾ നേരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.